അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുന്നാബായിന്റെ ഒരു എസ്റ്റി ഉണ്ട്. അതൊന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. മുന്നാബായി, എത്ര കൊല്ലമായി വണ്ടി നിർത്തിയിട്ടിട്ട്? വണ്ടി നമ്മൾ ഏകദേശം 2 വർഷം ആയി നിർത്തിയിട്ട്. ഇവിടെ ഈ കണ്ടീഷനിൽ നിർത്തിയിട്ട് പോയതാണ്. നമ്മൾ ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു 1 വീക്ക് ആയി വീട്ടിലെത്തിയിട്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? നമുക്കൊന്ന് നോക്കാം എന്താ ഇതിന്റെ അവസ്ഥ എന്നുള്ളത്. നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ടില്ല ഈ സാധനം. റെഡിയാക്കി പോയതാണ്. കാരണം ഇതാണ് നമ്മുടെ മുതലല്ലേ നിലവിലെ അവസ്ഥ. അങ്ങനെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്ന ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവാൻ നമ്മൾ ഒരു ശ്രമം നടത്താം. ടാറ്റ വണ്ടിയാണോ സ്റ്റക്ക് ആയിക്കും. വീഡിയോ ഒക്കെ എനിക്ക് വേണമെങ്കിൽ വ്ലോഗ് ആക്കി മാറ്റാം. മൊത്തത്തില് കാറ്റൊന്നുമില്ല, സ്റ്റക്ക് ആയിക്കും. ഇപ്പൊ നിലവിലിതാ പെട്രോൾ ടാങ്കും പിന്നെ എഞ്ചിനും തമ്മിലുള്ള പെട്രോൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ട രീതിയിലായിട്ടുള്ള പെട്രോൾ ഒഴിക്കണം. ഇത് നിറച്ച് ചാട്ടാവും. ഒഴിവാക്കാം. പെട്രോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം. അതിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് എത്തിക്കാനുള്ള ചെറിയൊരു ഓപ്ഷൻ നോക്കാം. കാർബറേറ്ററിലേക്ക് പെട്രോൾ എത്തിക്കുന്നു വേഗം. ഇതിന്റെ ചോക്കാ, പഴയ വണ്ടി ചോക്കുണ്ടല്ലോ, കാണുന്നുണ്ടോ? ആ സാധനം ഫുള്ള് കാർബറേറ്ററിലേക്ക് എത്തിക്കുന്ന പണിയാണ്. കാലത്തൊക്കെ എല്ലാം പറ്റും. അങ്ങനെ നമ്മൾ ഇതാക്കുന്ന വണ്ടി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെട്രോളിൻ്റെ ടാങ്കിൻ്റെ അടിയിൽ പോകുന്ന ടാപ്പറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പഴയ ടോപ്പിൽ ഫിൽറ്ററാണിത്. ഇതിൽ പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഡയറക്റ്റ് കാർബറേറ്ററിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം സ്റ്റാർട്ട് ആവില്ല എന്നുള്ളത്. കേട്ടോ എത്തിയിട്ടില്ല. കുറച്ചുകൂടെ ഒഴിക്കണോ? നോക്ക്. റോഡിലൊക്കെ പോയി സെറ്റാക്കാൻ ആശാണ്. അപ്പൊ ഗൈസ്, വണ്ടി സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് മുന്നാബായി എന്തൊക്കെ സാധനങ്ങൾ ഊരി സെറ്റ് ആക്കുന്നുണ്ട്. ഏതായാലും ഇപ്പൊ തുടങ്ങിയ കൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം മുന്നാബായി. എന്ത് സംഭവിച്ചാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ തലമ്പുരും. ഗീറ് കാണും. ഗീറ് കിച്ചൺ